മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 19/4/2000 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ചിത്തിരയാണ് നക്ഷത്രം. ചിത്തിര 4-ാം പാദം. മകരലഗ്നം. ലഗ്നത്തിൽ കേതു. 2 ശൂന്യം. 3 ശുക്രൻ ബുധൻ. 4 സൂര്യൻ കുജൻ വ്യാഴം ശനി. 5, 6 ഭാവങ്ങൾ ശൂന്യം. 7 വിവാഹസ്ഥാനത്ത് രാഹു. 8, 9 ഭാവങ്ങൾ ശൂന്യം. 10 ചന്ദ്രൻ ഗുളികൻ. 11 ശൂന്യം. 12 ഗ്രഹങ്ങളൊന്നുമില്ല, ശൂന്യം തന്നെ. ഈ ഗ്രഹനില ധാരാളം പ്രത്യേകതകളുള്ള ഒരു ഗ്രഹനിലയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹനിലയുമാണ്. പ്രധാനമായും ലഗ്നത്തിൽ കേതു, രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാമത്തെ ദൃഷ്ടി. ഉപരി ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനി നീചനാണ്. അത് കുജനോടൊത്തു നിൽക്കുന്നു. ഉപരി ശത്രുവായ ഉച്ചനായിട്ടുള്ള സൂര്യനോടൊത്തും നിൽക്കുന്നു. ഒപ്പം വ്യാഴമുണ്ട്. എന്നിരുന്നാൽ തന്നെയും സൂര്യൻ കുജൻ ശനി കോമ്പിനേഷൻ, അതിൽ ലഗ്നാധിപനായിട്ട് ശനി വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രവുമല്ല, 5ാം ഭാവാധിപൻ, മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ഉച്ചനായി നിൽക്കുന്നു. അവിടെ സുഹൃത്തായ ബുധൻ നീചനാണ്. അതേപോലെ തന്നെ വിവാഹസ്ഥാനത്ത് രാഹു നിൽക്കുന്നു. 7ാം ഭാവാധിപൻ, വിവാഹ സ്ഥാനത്തിൻ്റെ അധിപനാവട്ടെ 10 ഗുളികനോടൊത്തു നിൽക്കുന്നു. അവിടേക്ക് സൂര്യൻ കുജൻ ശനി വ്യാഴം ഇവരെല്ലാം തന്നെ ദൃഷ്ടിയും ചെയ്യുന്നു. അതിൽ കുജൻ്റെ ദൃഷ്ടി നല്ലതാണ്, വ്യാഴത്തിൻ്റെ ദൃഷ്ടി നല്ലതാണ്. പക്ഷേ ശനിയും സൂര്യനും ഒരുമിച്ച് ചന്ദ്രനിലേക്ക്, പ്രത്യേകിച്ചും ഗുളികനോടൊത്ത് നിൽക്കുന്ന ചന്ദ്രനിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് നല്ലതല്ല, ഒട്ടുമേ നല്ലതല്ല. ഈ വ്യക്തി തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ആലോചിച്ചും സമയമെടുത്ത് ചിന്തിച്ചും മാത്രമേ എടുക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ തനിയെ അതിൽ ഉൾപ്പെടാനുള്ള അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം വളരെ കൂടുതലാണ്. 5ാം ഭാവാധിപൻ നീചനായ സുഹൃത്തിനൊപ്പമാണ് നിൽക്കുന്നത്. നീചനായ സുഹൃത്താണ്, പക്ഷേ അത് നീചനായിട്ടുള്ള സുഹൃത്താണെങ്കിൽ ഊഹിക്കാം. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ ലഗ്നാൽ 7 രാഹു നിൽക്കുന്ന ആളാകുമ്പോൾ അതിനോട് ചേരുന്ന ഗ്രഹനില വേണം വിവാഹ സംബന്ധമായിട്ടൊക്കെ ചേർക്കാനായിട്ട്. അതല്ലാത്ത പക്ഷം, പ്രത്യേകിച്ചും കുജൻ, അത് സൂര്യനോടൊത്ത് ശനിയോടൊത്ത് നിൽക്കുന്ന കുജൻ്റെ 4ാമത്തെ ദൃഷ്ടി വിവാഹസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അത് കർക്കിടകത്തിലെത്തുമ്പോൾ നീചദൃഷ്ടിയാണ്. വിവാഹം ഇത്തരം ആളുകൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ചേരുന്ന ഗ്രഹനിലയാണെന്ന് ഉറപ്പുവരുത്തിയും ചേരുന്ന ആൾ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിയും മാത്രമേ വിവാഹം ചെയ്യാവൂ. അതല്ലാത്ത പക്ഷം വിവാഹ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സ്വസ്ഥതയില്ലായ്മ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിനൊരു കാരണം കൂടുണ്ട്. 7ാം ഭാവാധിപൻ ഗുളികനോടൊത്താണ് നിൽക്കുന്നത്. അതിലേക്ക് ശനിയും സൂര്യനും ദൃഷ്ടിയും ചെയ്യുന്നുണ്ട്. ശനിയുടെ ദൃഷ്ടി വിടത്തുമ്പോൾ ഉച്ചദൃഷ്ടിയാവും, സൂര്യൻ്റെ ദൃഷ്ടി വിടത്തുമ്പോൾ നീചദൃഷ്ടിയുമാകും. അപ്പോൾ അത് ചന്ദ്രൻ താങ്ങുക എന്ന് പറഞ്ഞാൽ അല്പം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആൾറെഡി ഇവിടെ ചന്ദ്രൻ വീക്കാണ്. ഗുളികൻ ചന്ദ്രനെ പിടിക്കും. മനസ്സിൻ്റെ കാരകനാണ്, മാതാവിൻ്റെ കാരകനാണ്. മനസ്സിനൊരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, തീരുമാനങ്ങൾ എടുക്കാൻ ഭയപ്പെടുന്ന അവസ്ഥ, അഥവാ തീരുമാനങ്ങൾ എടുത്താൽ തന്നെ അത് തെറ്റുന്ന അവസ്ഥ, ഇത്തരം സാഹചര്യങ്ങൾ ധാരാളമായിട്ട് ഇത്തരം വ്യക്തികൾക്കുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇപ്പോൾ ചില ആളുകളൊക്കെ, സുഹൃത്തുക്കളൊക്കെ മറ്റു സുഹൃത്തിൽ നിന്നും ഉപദേശങ്ങൾ തേടാറുണ്ട്, അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ അഡ്വൈസ് എടുക്കാറുണ്ട്, അഭിപ്രായം തേടാറുണ്ട്. ഈ വ്യക്തിയോടാണ് അഭിപ്രായം തേടുന്നതെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് തെറ്റായിട്ടുള്ള അഭിപ്രായമായിരിക്കും പറയുക. അത് ഇൻറ്റൻഷണലി ചെയ്യുന്നതൊന്നുമല്ല. അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അത്രയും ചെയ്യാനുള്ള പൊട്ടൻഷ്യലേ ഈ ഗ്രഹനില അനുവദിക്കുന്നുള്ളൂ. 5ാം ഭാവാധിപനിലേക്കോ ലഗ്നാൽ 5ലേക്കോ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നില്ല. നീചനായ ശനിക്കൊപ്പം നിൽക്കുന്ന വ്യാഴമാണ്. അപ്പോൾ അത് വളരെ പതുക്കെ വർക്കാവുള്ളൂ. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ 5ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം ബുധനോടൊത്താണ് 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഇവിടെ നിൽക്കുന്നത്. 1, 2, 3, 4, 5. അവിടേക്ക് രാഹുവിൻ്റെ 9ാമത്തെ ദൃഷ്ടി. സൂത്രബുദ്ധി, കൗശലബുദ്ധി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ ആണ്. ഇദ്ദേഹത്തിനൊരു കാര്യം സാധിക്കണമെങ്കിൽ
അത് തെറ്റാണെങ്കിൽ കൂടെ അത് ശരിയാണെന്ന് സ്ഥാപിച്ച് എടുത്ത് കൗശലപൂർവ്വം ആ കാര്യം തനിക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഒരു രീതി ഉണ്ടാകാം. അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ കൗശലം പ്രയോഗിക്കുന്ന സമയത്ത് അത് തനിക്ക് തന്നെ അബദ്ധമാവുന്നില്ല എന്നും ഉറപ്പാക്കേണ്ടതുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായി മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ലഗ്നാധിപൻ എന്ന് വെച്ചാൽ ആ വ്യക്തി സംബന്ധമായിട്ടുള്ള ഉയർച്ചയ്ക്ക് സമയമെടുക്കും. മാത്രവുമല്ല, തീയും കാറ്റും പോലെയുള്ള അഗ്നിമാരുത യോഗമാണ് കുജനും ശനിയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ. അതിൽ കുജൻ സ്വന്തം ക്ഷേത്രത്തിലും ശനി നീചനും അവിടെ തന്നെ. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാറ്റഗറിയിലുള്ള ഒരു ഗ്രഹനിലയാണിത്. മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധിക്കണം, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ജീവിതത്തിലെ ഉയർച്ച പോലെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ വ്യാഴം ഭാഗ്യകാരക ഗ്രഹമാണ്. അപ്പോൾ അത് നീചനായി നിൽക്കുന്ന ശനിയോടൊത്ത് നിൽക്കുന്നതും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ചിത്തിരയാണ് നക്ഷത്രം. കുജദശയിൽ ജനിച്ചു, 2000 വരെ കുജൻ. അതിനുശേഷം 2000-ലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. വളരെ ചുരുക്ക ദിവസങ്ങൾ മാത്രമാണ് ഇദ്ദേഹത്തിന് കുജദശ ലഭിച്ചത്. അവിടെയാണ് ജന്മശിഷ്ടം, അതല്ലെങ്കിൽ ജനിച്ച സമയത്തിൻ്റെ പ്രാധാന്യം. 7 കൊല്ലമാണ് കുജദശ. പക്ഷേ ഇദ്ദേഹത്തിന് അത് ലഭിച്ചത് ദിവസങ്ങൾ മാത്രമാണ്. അതിനുശേഷം രാഹു 2018 വരെ, ശേഷം ഗുരു 2034 വരെ, അതിനുശേഷം ശനി 2053 വരെ, ശേഷം ബുധൻ, കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇപ്പോൾ വ്യാഴമാണ്. ശനി ദശയൊക്കെ വരുന്ന സമയത്ത് സൂര്യനോടൊത്തൊക്കെ നിൽക്കുന്ന ശനി, അത് ഉച്ചനായ സൂര്യനും നീചനായ ശനിയും കുജനോടൊത്ത് നിൽക്കുന്ന ശനിയുമാണ്. വളരെ ശ്രദ്ധിക്കണം. അങ്ങേയറ്റം ശ്രദ്ധിച്ച് ശനിദശയിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എടുക്കാവൂ. പ്രത്യേകിച്ച് 7ാം ഭാവാധിപനൊക്കെ ഗുളികനോടൊത്തൊക്കെ നിൽക്കുന്നു, അതും വളരെ സോഫ്റ്റായിട്ടുള്ള ചന്ദ്രൻ. അപ്പോൾ വിവാഹ സംബന്ധമായിട്ടൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ശനി ദശയിൽ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച്, വിവാഹം കഴിച്ചാൽ തന്നെ വിവാഹ ജീവിതം വളരെ നന്നായി കൊണ്ടുപോകാൻ വേണ്ടുന്ന എഫേർട്ട് ഈ വ്യക്തി തന്നെ ഇടേണ്ടതാണ്. അല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള, പ്രത്യേകിച്ചും സ്വസ്ഥതയില്ലായ്മ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃത്യമായിട്ട് കണിശമായിട്ട് പരിഹാരങ്ങൾ എടുത്തു പോകേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണത്. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ഗുരുദശയിൽ ശുക്രൻ്റെ അപഹാരമാണ്. 2026 മാർച്ച് 8 തൊട്ട് 2028 നവംബർ 6-ാം തീയതി വരെ ഗുരുവിൽ ശുക്രനാണ്. ഉച്ചനായി നിൽക്കുന്ന ശുക്രനാണ്. പക്ഷേ അത് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്, നീചനായ ബുധനും ഒപ്പമുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. അബദ്ധങ്ങൾ പറ്റാൻ പറ്റിയ സമയമാണ്. അപ്പോൾ അത് പറ്റുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് അവനവൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. അതിന് പരിഹാരം, ഏറ്റവും പ്രാക്ടിക്കൽ പരിഹാരം എന്ന് പറയുന്നത് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. കൺഫ്യൂഷനുള്ള കാര്യങ്ങളിൽ അറിയുന്ന ആളുകളുമായി അഭിപ്രായം തേടുക. അതിൽ ശരിയാണ് എന്ന് ഉറപ്പ് വന്നാൽ മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.